ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിന്റെ നന്മയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. എപ്പോഴും മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങളെ മതം പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യന് നഷ്ടമുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെ എല്ലാ നിലക്കും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്യുന്നുണ്ട്. വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അത് മനുഷ്യന് വലിയ പ്രയാസം ഉണ്ടാക്കുമെങ്കിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മതം കാണുന്നത്. പലപ്പോഴും നമുക്ക് അത്ര പ്രശ്നമുള്ളതായി തോന്നാത്ത, എന്നാൽ ഇസ്ലാം ഗൗരവത്തോടു കൂടി കണ്ട ഒരു സംഗതിയാണ് കസിൽ. കസിൽ എന്ന് പൊതുവിൽ അറബിയിൽ പറയും അലസത, മടി എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ അതിനിശ്ചിതമായിട്ടാണ് ഇസ്ലാം കൈകാര്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ അലസതയിൽ നിന്ന് ഇസ്തിആദത്ത് നടത്തുന്ന, രക്ഷ തേടുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി, അല്ലെങ്കിൽ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനെയാണല്ലോ നമ്മൾ അലസത, മടി എന്നൊക്കെ പറയാം. നിങ്ങൾ നോക്കൂ, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വലിയൊരു ശത്രുവാണ്. മനുഷ്യന്റെ വലിയൊരു ശത്രുവാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ നമസ്കാരം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അലസത കൊണ്ടാണ്, മടി കൊണ്ടാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാൻ സാധിക്കാതെ വരുന്നത്. ഇനി നോക്കൂ, മതരംഗത്ത് അലസതയുള്ള ഒരാൾ, മടിയുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മറ്റു ഭൗതികമായ വ്യക്തി ജീവിതം എടുത്ത് പരിശോധിച്ചാൽ, വീട്ടുകാരോട് സംസാരിച്ചാൽ, അയാളുടെ തൊഴിലിടങ്ങൾ പരിശോധിച്ചാൽ അയാൾ നിർജീവനായിരിക്കും. അവിടെയും ആ അലസത ബാധിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഒന്നുകൂടി തുറന്നു പറഞ്ഞാൽ, ഭാര്യയ്ക്ക് അയാളെ കുറിച്ച് പരാതികൾ കുറെ ഉണ്ടാവും, മാതാപിതാക്കൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും, മക്കൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും. അഥവാ ദുനിയവിയായ ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിന്റെയും വിജയത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവനായിരിക്കും, നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാവൻ. അലസമായിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ ധാരാളം പ്രയോഗങ്ങൾ കാണാം.
സൂറത്തു ഹദീദിലെ 21-ാമത്തെ ആയത്ത്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. സാബിഖൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ അധ്വാനിക്കൂ എന്നൊന്നല്ല ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മുന്നേറും, നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുന്നതിൽ മുന്നേറൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ചെയ്യണമെന്നല്ല, ചെയ്യുന്നതിന്റെ മുന്നിൽ നിൽക്കണം. ഇമാം റാഗിബിന്റെ വളരെ ചിന്തനീയമായ ഒരു വാചകമുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അൽ കസ്ലു, ഈ അലസത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഇൻസാനിയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു. അദ്ദേഹം പറയാണ് അത് മിനൽ ഹയവാനിയ, അത് മറ്റു ജന്തുക്കളുടെ രീതിയാണ്. ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, ഇതെല്ലാത്ത എന്തൊരു കാര്യമാണ് മറ്റു ജീവജാലങ്ങൾക്ക് ചെയ്യാനുള്ളത്? അവ തന്നെ അവക്ക് ആവശ്യമായിട്ടുള്ള കൂടുണ്ടാക്കാനും ഭക്ഷണം തേടി പിടിക്കാനും അവ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഭക്ഷണം കഴിച്ച് വിശ്രമിക്കേണ്ടവനല്ല മനുഷ്യൻ. പ്രത്യേകിച്ച് ദുനിയാവിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് പരലോകത്തിന്റെ കൃഷിയിടമാണ്. ഇവിടെ അധ്വാനിക്കുന്നവനെ പരലോകത്ത് വിളവെടുക്കാൻ സാധിക്കും. ഇവിടെ വിത്ത് വിതക്കണം, ഇവിടെ വളമിട്ട് കൊടുക്കണം, ഇവിടെ കളപറിക്കണം, ഇവിടെ ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കണം. എങ്കിലേ നല്ല ഫലം നാളെ പരലോകത്ത് കൊയ്തെടുക്കാൻ, വിളവെടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. അത് വീട്ടിൽ കിടന്നുറങ്ങുന്നവനോ അലസമായി ജീവിക്കുന്നവനോ സാധിക്കുകയില്ല. നിരന്തരമായ പരിശ്രമമുള്ളവനെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥ, ചരിത്രങ്ങൾ വളരെ ചുരുക്കി ഒറ്റവാക്കിൽ പ്രവാചകൻ പറയുന്നുണ്ട്. എന്നാ ഒറ്റ നബിയും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതല്ലാതെ ഭക്ഷിച്ചിട്ടില്ല. ഒറ്റ നബിയും. ഞാൻ നബിയാണ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരുന്ന ഒരു നബിയും പറഞ്ഞിട്ടില്ല. വീടിന്റെ ഉള്ളിൽ മൂടിപ്പുറച്ചിരുന്ന് ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ ആത്മീയത ചൂഷണം ചെയ്തത് മതം വിറ്റ് വരുമാനം ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ആത്മീയ ചൂഷകരെ നമുക്ക് കാണാം. പ്രവാചക കുടുംബത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ ഒറ്റ നബിയും മതം വിറ്റ് ജീവിച്ചിട്ടില്ല. എല്ലാവരും അവരധ്വാനിച്ച് ജീവിച്ചവരായിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ആശാരിയായിരുന്നു എന്ന് പറയുന്നു. ദാവൂദ് നബി രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. പക്ഷേ ദാവൂദ് നബി അദ്ദേഹത്തിന് ഇരുമ്പിനെ അല്ലാഹു വഴക്കി കൊടുത്തു. അതുകൊണ്ട് ലോഹങ്ങൾ കൊണ്ട് പടയങ്കി ഉണ്ടാക്കി വിറ്റാണ് മഹാനായ ദാവൂദ് അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം തുന്നിയാണ് ജീവിച്ചിരുന്നത്, തയ്യൽ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഓരോ നബിയുടെയും നബി പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പൊതുവിൽ മനുഷ്യൻ കാർഷിക ലോകത്ത് ചെയ്യുന്ന കാർഷിക മേഖലയിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രയാസകരമായ ജോലി ഏതായിരിക്കും? ആടിനെ മേക്കലാണ്, ആടിനെ നോക്കുക എന്നത് അല്ലേ? അവക്ക് തീറ്റ തേടി പോണം, അവ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും ആടിനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നബിയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, പ്രവാചകരെ അങ്ങും ആടിനെ വെച്ച് ജീവിച്ചിട്ടുണ്ടോ? ഖുറൈശികളുടെ ആടിനെ വെച്ച് ജീവിക്കാൻ പോയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അലസമായി ആരും ഇരുന്നിട്ടില്ല. അലസമായി ഞാൻ പറഞ്ഞത് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വരികയാണ്. ഒരാളിങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നത്. അയാള് നബിയോട് പറയണം, എന്തെങ്കിലും തരണം, എനിക്ക് ഉപജീവനത്തിന് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല എന്റെ കയ്യിൽ, എന്തെങ്കിലും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അമാ ഫീ ബൈതിക ഷൈ, എന്റെ വീട്ടിൽ ഒന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഒരു കട്ടിയുള്ള പുതപ്പുണ്ട്, ആ കട്ടിയുള്ള ഒരു തുണിയുണ്ട്, ആ തുണി കൊണ്ടാണ് തണുപ്പ് കാലത്ത് ഞങ്ങൾ പുതക്കുക, ആ തുണി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിരിച്ച് കിടന്നുറങ്ങുക. ഉടുക്കാനും പുതക്കാനും ഒന്നേ ഉള്ളൂ നമ്മൾ പ്രയോഗിക്കാറില്ലേ? നമ്മുടെ ജീവിതാലോചിച്ച് സഹോദരങ്ങളെ, 1000 വട്ടം പടച്ചവനോട് അൽഹംദുലില്ലാ പറഞ്ഞാൽ തീരൂ. എത്ര സുഖത്തിലാണ് നമ്മൾ ജീവിക്കുന്നില്ലേ? അന്ന് നബിയുടെ ഒരു സഹാബി പറയും. പിന്നുള്ളത് ഒരു മരപ്പാത്രമാണ്, ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു മരപ്പാത്രം.
അത്ര ദുർബലനും ബലഹീനനുമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ടും കൊണ്ടുപോകും. അപ്പോ അയാൾ അത് രണ്ടും നബി കൊണ്ടുവന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിത് വിൽക്കുകയാണ്, ആരാണിത് വാങ്ങാനുള്ളത്? ഒരാൾ പറഞ്ഞു, അന ആഖുദുഹുമാ ബിദിർഹം, ഒരു ദിർഹം വില തരാൻ നബി, ഞാൻ വാങ്ങിക്കോളാം, അതിനുള്ളതുള്ളൂ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ? അപ്പൊ ഒരാൾ പറഞ്ഞു, 2 ദിർഹമിന് വാങ്ങിക്കോളാം. അങ്ങനെ 2 ദിർഹമിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റു. ആ 2 ദിർഹമും ആ അൻസാരിയായ സ്വഹാബിക്ക് കൊടുത്തിട്ട് നബി പറഞ്ഞു, ഇശ്തരി ബിഅഹദിഹിമാ തആമൻ, നീ ഇതിൽ നിന്ന് 1 ദിർഹം കൊണ്ട് ഭക്ഷണം വാങ്ങുക, നിന്റെ വീട്ടിലേക്ക് പോകുക, എന്നിട്ട് വീടുകാർക്ക് കൊടുക്കുക. 2ാമത്തെ ദിർഹം കൊണ്ട് നീ ഒരു ആയുധം വാങ്ങണം, എന്നിട്ട് നീ കാട്ടിലേക്ക് പോകണം, വിറക് ശേഖരിക്കണം. അതെന്ന് പറഞ്ഞാൽ വിറക് ശേഖരിക്കാൻ പോകണം. ആ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് നീ അത് വിൽക്കണം. അയാൾ ആ ആയുധം കൊണ്ട് പിന്നെ എന്താ പറയാ നടന്നതാണ്. അത് കെട്ടാനുള്ള ഒരു കയറും വാങ്ങി അയാൾ പോയി കുറെ വിറക് ശേഖരിച്ച് അത് വിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വഖദ് അസാബ 10 ദറാഹിം ഫസ്തറ ബിബഅദിഹിമാ ഫൗബൻ വബിബഅദിഹിമാ തആമൻ. നബി 10 ദിർഹമിന് വിറ്റു ഞാൻ പറയുന്നു. കുറച്ച് ഞാൻ വസ്ത്രങ്ങൾ വാങ്ങി, കുറച്ച് ഞാൻ ഭക്ഷണം വാങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഹാദാ ഖൈറുൽ ലക من أن تجيء المسألة نكتة في وجهك يوم القيامة إن المسألة لا تصلح إلا لثلاثة لذي فقر مدقع أو لذي غرم مفضع أو لذي دم موجع. നീ ഒരിക്കലും ആളുകളോട് യാചിക്കരുത്. യാചിക്കുന്നവന്റെ മുഖത്ത് നാളെ പരലോകത്ത് അതിന്റെ അടയാളമുണ്ടാകും. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടരുത്, ഒരിക്കലും കൈ നീട്ടരുത്. അതിശക്തമായ ദാരിദ്ര്യത്തിലല്ലാതെ, അതല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് തന്നെ കൊണ്ട് വീട്ടിൽ തീർക്കാൻ കൊടുത്തു തീർക്കാൻ കഴിയാത്ത വലിയ ഭാരമുള്ള കടമുള്ളവനല്ലാതെ. 3ാമത് പറഞ്ഞു, തന്റെ കൈകൊണ്ടൊരു കൊല സംഭവിച്ചു പോയി. അപ്പോ ദിയ ചോദിച്ചു, അതിന് പ്രായശ്ചിത്തം ചോദിച്ചു. അപ്പൊ അത് വീട്ടാനുള്ള പണം നമ്മളിവിടെ 36 കോടിക്ക് പിരിച്ചല്ലോ. അങ്ങനത്തെ സാമ്പത്തികമായി അത് കൊടുക്കാൻ പണമില്ലാത്ത സന്ദർഭത്തിലൊരുങ്ങി. അഥവാ ഏറ്റവും കുടുങ്ങിയ നേരത്ത് ചെയ്യേണ്ട പണിയാണ് മറ്റൊരാളോട് യാചിക്കുക എന്നത്. അതുതന്നെ യാചിച്ചു വന്നാലോ അപ്പോഴുള്ള സമീപനം വേറെയാണ്. നല്ല വാക്ക് പറയണം, അല്ലെങ്കിൽ കൊടുത്തുവിടണം, ശാപവാക്കുകൾ വിടാൻ പാടില്ല. ഞാൻ പറയുന്നത് മതം പഠിപ്പിച്ചത് പണിയെടുക്കാൻ, വെറുതെ ഇരിക്കാനല്ല. മതം പഠിപ്പിച്ചത് അധ്വാനിക്കാനാണ്. നിങ്ങൾ നോക്കൂ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പ്രയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാം. സൂറത്തുൽ അഹ്ലിലെ 32-ാമത്തെ ആയത്ത്, അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. സത്യവിശ്വാസികളായ നല്ല മനുഷ്യരെ മലക്കുകൾ അവരുടെ ആത്മാവ് പിടിക്കുമ്പോ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ട്? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രയത്നിച്ചതുകൊണ്ട്, നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ട്, നിങ്ങൾ അധ്വാനിച്ചതുകൊണ്ട്. ഖുർആൻ എപ്പോഴെടുത്തു നോക്കിങ്ങള് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു പോയിന്റാണ്. സ്വർഗത്തെ കുറിച്ച് പറയുന്ന എപ്പോഴങ്ങൾ എടുത്തു നോക്കി അവിടെ ഈമാനിന്റെ കൂടെ അമലു സ്വാലിഹ് പറയുന്നു. ഈമാനിന്റെ കൂടെ അമലു സ്വാലിഹ് പറയുന്നു. നരകത്തെ കുറിച്ച് പറഞ്ഞു നോക്കി അവിടെ കുഫ്ർ മാത്രം പറഞ്ഞിട്ടും നരകത്തെ പറയുന്നു. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്കാണ് അല്ലാഹു സൽക്കാരമായി സ്വർഗ്ഗമൊരുക്കി വെച്ചിട്ടുള്ളത്. വൽ അസ്റ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അലസന്മാർക്കുള്ളതല്ല, മടിയന്മാർക്കുള്ളതല്ല, അധ്വാനിക്കുന്നവർക്ക്, പ്രയത്നിക്കുന്നവർക്ക്, നിരന്തരമായി ഇബാദത്തുകൾ കൊണ്ട്, ദീനി സേവനങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെ കർമ്മനിരതമാക്കുന്ന ആളുകൾക്കാണ്. എന്നാൽ നരകത്തെ കുറിച്ച് പറഞ്ഞിടത്തു അല്ലദീന കഫറൂ ലഹും അദാബുൻ ശദീദ്, അവിശ്വസിച്ചവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വല്ലദീന ആമനൂ അവസാനിക്കുന്നില്ല, വഅമിലുസ് സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ.
എന്നാൽ വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകൾ നിർവഹിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. ഈമാനിന്റെ കൂടെ സ്വാലിഹാത്തുകൾ ഉണ്ടാകണം, അമലുകൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, വിശ്രമിക്കേണ്ട സമയം ദുനിയാവല്ല, വിശ്രമിക്കേണ്ട സമയം പരലോകമാണ്. വെറുതെ ഇരിക്കേണ്ട സമയം ദുനിയാവല്ല. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ആസ്വദിച്ച് വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട ലോകം സ്വർഗമാണ്. അള്ളാഹു നമ്മെ സ്വർഗലോകത്തിൽ എത്തിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെയും കാണാം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ദാവൂദ് നബിയുടെ കുടുംബത്തോട് ഖുർആൻ പറയുന്നത്, ദാവൂദിന്റെ കുടുംബമേ, നിങ്ങൾ നന്ദി ചെയ്യുക. അവിടെ നിങ്ങൾ ഉഷ്കുറു എന്നല്ല പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുക, പണിയെടുക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ അസ്സമാവാതു വൽ അർദ് വഇദ്ദത്തു ലിൽ മുത്തഖീൻ. സൂറത്ത് ആല ഇംറാൻ 133 ആയത്ത്. സാരിഉ, ഇവിടെയും നിങ്ങൾ ജോലി ചെയ്യൂ, നിങ്ങൾ അമൽ ചെയ്യൂ, നിങ്ങൾ സ്വാലിഹാത്ത് ചെയ്യൂ എന്നല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ സ്വാലിഹാത്തുകളിലേക്ക് ധൃതി കാണിക്കൂ. നേരത്തെ പറഞ്ഞത് സാദിഖൂ, നിങ്ങൾ അമലുകൾ ചെയ്യുന്നതിൽ മുൻനിരയിലുണ്ടാകൂ, മുൻകടക്കൂ. സാരിഉ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്ക് ധൃതി കാണിക്കൂ. അലസന്മാരാകാൻ പാടില്ല. അലസത ആരുടെ അടയാളമാണ്? അത് നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖീങ്ങളാണ് നരകത്തിന്റെ അടിത്തട്ടിൽ എന്ന് പറയുന്ന ആ മുനാഫിഖുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന വാചകം നമുക്ക് കാണാൻ കഴിയും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. അവർ അല്ലാഹുവിനെ പറ്റിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. ഇദാ ഖാമൂ ഇലസ്സലാ, നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ആത്മാർത്ഥമായി ചോദിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം. പടച്ചോനെ, ഇതിന് നമ്മൾ ഉണ്ടാകുമോ എന്ന് ഗൗരവത്തോടെ ഭയപ്പാടോടെ ആലോചിക്കണം. നമസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായി മടിയന്മാരായിട്ടാണ് അവർ നമസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുക. യുറാഊനന്നാസ്, അവർ ചെയ്യുന്നതാകട്ടെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, കുറച്ചു മാത്രമേ അവരുടെ ജീവിതത്തിൽ ദിക്ർ ഉണ്ടാവുള്ളൂ, അല്ലാഹുവിനെ ഓർക്കുള്ളൂ, അദ്കാർ ഉണ്ടാവുള്ളൂ. കുറച്ച് മാത്രം, കുറച്ച് ദിക്ർ എടുക്കുന്ന ആൾക്കാരാണ് മുനാഫിഖീൻ. നിസ്കരിക്കുമ്പോ മടിച്ച് നമസ്കാരത്തിലേക്ക് കയറുന്നതാരാ? മുനാഫിഖീങ്ങളാ. നന്മയുണ്ടാകും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാരാ? അതൊക്കെ ഇപ്പൊ വേണോ? അത്രയൊക്കെ ചെയ്യണോ? അങ്ങനെയൊക്കെ വേണോ? ആരാ ചോദിക്കുക? മുനാഫിഖീങ്ങളാ. അല്ലേ? ബദർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വിശ്വാസികൾക്ക് മുമ്പിൽ പരാജയ ഭീതി ഉണ്ടാക്കുക. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. കേട്ടോ, ബദറിൽ ഉഹദ് കഴിഞ്ഞു വരുമ്പോ നിങ്ങൾ തോറ്റു, വലിയ പരീക്ഷണമുണ്ടായി. ഇനി ഇതാ നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ വരുന്നുണ്ട്, നിങ്ങൾ പേടിച്ചോളി. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മുശ്രിക്കുകളല്ല, മുസ്ലിമാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ ഖുർആനെ കുറിച്ച്, സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ഫസാദത്തുഹും ഈമാനാ. അവരിങ്ങളെ ഇനിയും പരാജയപ്പെടുത്തും, നിങ്ങളെ ആക്രമിക്കും, ഭയപ്പാടോടുകൂടി പേടിച്ചിരുന്നോളെന്ന് പറയുമ്പോ സഹാബിമാര് പേടിക്കുക ചെയ്തത്, അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർക്ക് അവരുടെ ഈമാൻ, ഞാൻ പറഞ്ഞത്, നന്മകളെ പിന്നിൽ നിന്ന് പിൻവലിക്കുന്നതും അതുപോലെ തന്നെ നന്മകളിലേക്ക്, സ്വാലിഹാത്തുകളിലേക്ക്, ഇബാദത്തുകളിലേക്ക് അലസതയോടുകൂടി മുന്നേറുന്നതും അതൊരു തരം നിഫാഖിന്റെ, മുനാഫിഖുകളുടെ സ്വഭാവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ വാചകങ്ങൾ കാണാം. ഖുദൂ മിനൽ അമലി മാ തുതിഖൂൻ. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്യുക. ഫഇന്നല്ലാഹ ലാ യമുൽ ഹത്താ തമുല്ലു. അല്ലാഹുവിന് മടുപ്പുണ്ടാവില്ല, നിങ്ങൾക്ക് മടുക്കുന്നത് വരെ, നിങ്ങൾ മടുക്കുന്നത് വരെ അല്ലാഹുവിന് മടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ആരാധനാ രംഗത്ത്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, തീർത്തും നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അത്തരം ഒരു അലസതയുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമുണ്ട്, സലാസുൻ തൂറസു സലാസ, സലാസുൻ തൂരിസു സലാസ. 3 കാര്യങ്ങൾക്ക് 3 ഫലങ്ങളാണ് ഉണ്ടാവുക. 3 കാര്യങ്ങൾ
അതിനെ തുടർന്ന് അതിന്റെ അനന്തര ഫലമായി 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്തറിയോ? അന്നശാതു യൂരിസുൽ ഐന. നല്ല ഉന്മേഷവാനായ ഒരു മനുഷ്യൻ ഏതു കാര്യത്തിലും ആവേശത്തോടുകൂടി വളരെ താല്പര്യപൂർവ്വം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ യൂരിസുൽ ഐന, അയാൾക്ക് അള്ളാഹു അതിന്റെ പകരമായി അതിന്റെ അനന്തര ഫലമായി നൽകുക സമ്പന്നതയാണ്, ഐശ്വര്യമാണ്. മനസ്സിന് സമാധാനം ഉണ്ടാകും. പിന്നെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ഖിന എന്നത് അള്ളാഹു അതിന് പകരമായി നൽകും. രണ്ടാമത് പറഞ്ഞത് വൽ കസൽ, അലസതയാണ്, മടിയാണ്. യൂരിസുൽ ഫഖർ, അലസതയുടെ അനന്തരഫലം അത് ദാരിദ്ര്യമാണ്. ഫഖീറായി മാറും. മൂന്നാമത്തത് വശറാഹത്തു തൂരിസുൽ മറദ്, ഭക്ഷണത്തിലെ തെറ്റായ രീതികൾ അത് മനുഷ്യന് നൽകുന്നത് രോഗമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉന്മേഷവാന്മാരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ആരാധനാ മേഖലകളിൽ വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം നിരന്തരമായി ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് ഒരു മനുഷ്യനാകുന്നത്. ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക എന്നുള്ളത് മനുഷ്യന്റെ രീതിയല്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയിൽ തന്റെ ഉപജീവനത്തിൽ എല്ലാം പ്രതിഫലമുള്ള കാര്യമാണ്. ഭൗതികമായ കാര്യമാണ്, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെയും തന്റെ ഉള്ളിലെ നീയത്ത് ഞാൻ നിർബന്ധമായി ഭക്ഷണം നൽകേണ്ട, ചെലവ് നടത്തേണ്ട തന്റെ ഇണക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അയാൾക്ക് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്, പരലോകത്ത് ഉപകാരപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലമുണ്ട്. ഏതുവരെ? നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളച്ചോറിന് വരെ നിനക്ക് കൂലിയുണ്ട്. മക്കളുടെ വേഷവിധാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഭാര്യയുടെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഭൗതികവും മതവും ഏതെങ്കിലും ഒന്നിൽ അമല് ചെയ്താൽ മതി എന്നല്ല, രണ്ടിലും നിശാത്തോടുകൂടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിത ശൈലി അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പ്രാർത്ഥനകൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി കസ്ലിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിആദത്ത് നടത്തിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. നബിയുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിനൽ അജ്സ്, കഴിവുകേടിൽ നിന്ന്, അശക്തിയിൽ നിന്ന്, വൽ കസ്ൽ, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ, കടം കയറുന്നതിൽ നിന്ന്, വഖഹ്രി റിജാൽ, ആളുകളുടെ ശത്രുക്കളുടെ ആധിപത്യത്തിൽ നിന്ന്. അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി. പിന്നെ ഇങ്ങനത്തെ പ്രഭാത പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നിടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വസൂഇൽ കിബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അല്ലാഹുവേ അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ ബലഹീനതകളിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. അവിടെയും മടിയിൽ നിന്ന് ഇതിന് സമാനമായ ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. വിവിധ സന്ദർഭങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ചാൽ അലസതയിൽ നബി കാവലിനെ തേടിയിരുന്നു. അതേപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നബിയുടെ രാവിലത്തെ പ്രാർത്ഥനകളിലും നമസ്കാര ശേഷമുള്ള പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടതിലൊക്കെ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുവേ നാഫിയായ അറിവ് എനിക്ക് വർദ്ധിപ്പിച്ച്. നമ്മൾ സ്ഥിരം ശീലാക്കേണ്ട പ്രാർത്ഥന, എല്ലാ ദിവസവും രാവിലെ നബി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ഇൽമൻ നാഫിഅൻ,
ആ ഉപകാരമുള്ള അറിവ് നൽകണമേ. വരിസ്ഖൻ ത്വയ്യിബൻ, ഹലാലായ നല്ല ഭക്ഷണം എനിക്ക് നീ നൽകണമേ. വഅമലൻ മുതഖബ്ബലൻ, നീ സ്വീകരിക്കുന്ന അമലുകൾ നൽകണമേ. നമുക്ക് വിശ്വാസിയുടെ മാത്രം പ്രത്യേകതയാണ് അമലിനു വേണ്ടി പ്രാർത്ഥിക്കുക. ആളുകൾ എന്താ പൊതുവിൽ ചിന്തിക്കുക? വെറുതെ ഇരിക്കുക എന്നാണ് ചിന്തിക്കുക. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഏറ്റവും എന്താ പറയുക സുഖകരമായ ജീവിതം എന്നാണ് ചിന്തിക്കുക. വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി നിരന്തരമായി കർമ്മനിരതനായിരിക്കും. അത്തരം ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകൾ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് ദേവ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒക്ടോബർ 10, 11, 12, 13 തീയതികളിൽ നടക്കുന്ന ഒരു ക്യാമ്പിനെ കുറിച്ച് കുറച്ച് വിപുലമായ കേരളത്തിലെ മികച്ച പണ്ഡിതന്മാരുടെ ക്ലാസുകൾ ലഭിക്കുന്ന നല്ലൊരു വൈജ്ഞാനികമായ 2 ദിവസത്തെ ക്യാമ്പ്. അത് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടും. പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ല താടി നീട്ടി വളർത്തിയ, എരിയാണിക്ക് മുകളിൽ പാൻസ് ധരിച്ച, ഇസ്ലാമികമായ വിധാനങ്ങൾ സ്വീകരിച്ച ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതിനു മുകളിലോ താഴേക്കുള്ള പ്രൊഫഷണൽ രംഗത്തുള്ള ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ എവിടുന്നാണ് അവരുടെ തിരക്ക് പിടിച്ച അക്കാഡമിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ചിന്ത കിട്ടിയത്? അത് മിക്കപ്പോഴും ഇതുപോലെയുള്ള ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘമായ കുറച്ച് സമയം ഒരു ദീന് പഠിക്കുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് അത് ആഴത്തിലിറങ്ങാനും ജീവിതത്തെ നന്നായി സ്വാധീനിക്കാനും ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ ഈ സംവിധാനത്തെ പരിചയപ്പെടുത്തുകയും അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, നാളെ ഈ കരുവാൻപടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പൊതു പ്രഭാഷണം ശിഹാബ് എടക്കരയുടേത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും കുടുംബസമേതം എത്താൻ കഴിയുന്നവരൊക്കെ പങ്കെടുത്ത് ദഅവാ സംവിധാനം എന്ന നിലക്ക് അതിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു വന്നത് അമലുകളിൽ നിരന്തരമായി നമ്മൾ ഉണ്ടാവുക, വെറുതെ ഇരിക്കുന്നവരാകാതിരിക്കുക എന്നതാണ്. ഇപ്പോ ചിലപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കും, ഇത്തരം മതരംഗത്തെ അല്ലെങ്കിൽ മറ്റു അമലുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് നമുക്കൊരു സൗകര്യമായിട്ടാണ് ആളുകൾ കരുതുക. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ വയ്യ എന്നത് നമ്മുടെ ഒരു സൗകര്യമായും നമ്മുടെ ഒരു എന്താ പറയാ നേട്ടമായിട്ടും ആളുകൾ ചിന്തിക്കാറുണ്ട്. ഞാനൊരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ ഇസ്തഅമലഹു. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു അയാളെ തൊഴിലെടുപ്പിക്കും, ജോലി ചെയ്യിപ്പിക്കും, ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ ഭാവിയിൽ അറബി ഭാഷയിലെ വാക്കിന് അർത്ഥം പറയാം. അപ്പൊ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് റസൂലേ അല്ലാഹു അയാളെ ജോലി ചെയ്യിപ്പിക്കുക? അപ്പൊ നബി അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യുവഫ്ഫിഖുഹു ലിൽ അഅമാലി സ്വാലിഹാത്ത്. ഒരുപാട് അമലു സ്വാലിഹാത്തുകൾക്ക് അയാൾ അല്ലാഹു അയാൾക്ക് തൗഫീഖ് കൊടുക്കും. തൗഫീഖ് എന്ന് പറഞ്ഞൊരു സംഗതി, അത് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തുവരല്ല. ഒരു നന്മ ചെയ്യാനുള്ള എല്ലാ സംഗതികളും അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂട്ടിത്തരുന്നതിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. അല്ലെ, അതിന് നമുക്ക് ആയുസ് വേണം, ജീവൻ വേണം, ചെയ്യാനുള്ള ആരോഗ്യം വേണം. ഇത് രണ്ടും ഉണ്ടായാലും അത് ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവരണം.
അതൊക്കെ ഉണ്ടായാലും ആ സമയത്ത് ചെയ്യാൻ തോന്നണം, അല്ലേ? അതിനാണ് നമ്മൾ പടച്ചോന്റെ തൗഫീഖ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ മനസ്സിലാക്കുന്നത്? അയാൾക്ക് അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് കുറെ നന്മകൾക്കൊന്നും അവസരമില്ല, അയാളുടെ പേഴ്സണൽ തീർത്തും വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരാളിങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ അയാൾ ഈ പ്രയാസങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കുന്ന ഭാഗ്യവാനാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല. അയാൾക്ക് അള്ളാഹുവിന്റെ നന്മയിൽ വ്യാപൃതനാകാനുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കുക. നന്മയിൽ വ്യാപൃതനാകാനുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ടവർ. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ പോക്കറ്റിലുള്ള ഒരു 10 രൂപ നമ്മളോട് ഒരാൾ വന്ന്, ഒരു പാവപ്പെട്ട ഒരു ഫക്കീർ വന്ന് ചോദിക്കുമ്പോ നമ്മൾ കൊടുക്കുമ്പോ നമ്മളെ കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അത് കൊടുക്കേണ്ട സാഹചര്യമില്ലാത്ത ഒരാളെ നമ്മളെങ്ങനെ വിലയിരുത്തേണ്ടത്? നമുക്ക് റബ്ബിന്റെ മാർഗത്തിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ, സ്വതക്ക കൊടുക്കാനുള്ള തൗഫീഖ് കിട്ടിയാണ്. തൗഫീഖ് നമുക്കുണ്ടായി, അത് നമ്മൾ അങ്ങനെ നമ്മൾ വിലയിരുത്തി. ഞാൻ പറഞ്ഞ ആളുകൾ പൊതുവിൽ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്. കുറച്ചാൾക്കാർ ഇങ്ങനെ ഈ പള്ളിയും മദ്രസയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക, എന്താ ഓരോതും അങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ, ബാക്കിയുള്ളവരോ നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് സുഖമായി ജീവിക്കുന്നതാണ്. എന്നാൽ അവർ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരാണ്. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചില്ലാത്ത ആളുകളാണ്. ഞാൻ പള്ളി മദ്രസ ഒരു ഉദാഹരണം പറഞ്ഞു. എന്തിനെ ചിന്തിക്കുക, എന്തിനെ ബന്ധപ്പെടുത്തുന്നു ചിന്തിക്കുക. ഒരാൾക്ക് കുറേയധികം സമയത്തിന് നമസ്കരിക്കാൻ, റവാത്തിബുകൾ നമസ്കരിക്കാൻ, സുന്നത്ത് നോമ്പെടുക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ദീനു പഠിക്കാൻ, പഠിച്ച ദീന് പ്രബോധനം ചെയ്യാൻ, ദീനിന്റെ സേവകനായി നിലനിൽക്കാൻ, ഇതിനൊക്കെ ഒരാൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, അങ്ങനെ അവസരങ്ങൾ ഉള്ള ആൾക്കാരും ചിന്തിക്കണം, ഇതൊരു വല്ലാത്ത ഭാരമായല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു, അപ്പോ അല്ലാഹു യുവഫ്ഫിഖുഹു ലിൽ അഅമാലി സ്വാലിഹാത്ത്, കുറേ അമൽ സ്വാലിഹാത്തുകൾക്ക് അല്ലാഹു അയാൾക്ക് തൗഫീഖ് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, അതിന് തൗഫീഖ് കിട്ടിയ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെല്ലാവർക്കും രോഗശമനവും അവരുടെ പ്രയാസങ്ങൾക്ക് ഉള്ള ഒരു തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പലരും, രോഗശയ്യയിലായി പ്രാർത്ഥിച്ചിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു അവർക്ക് ഖബറിടത്തിലും പരലോകത്തും സ്വർഗീയ ജീവിതം പ്രദാനം ചെയ്യുകയും അവരുടെ അടുത്ത ആളുകൾക്ക്, മാതാപിതാക്കൾക്കും മറ്റുമൊക്കെ അല്ലാഹു നല്ല ഈമാനും ക്ഷമയും വലിയ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.